ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാക്ക് ടു മൈ ചാനൽ എന്ന് പറയാൻ എനിക്ക് എവിടെ നിന്നാ ചാനൽ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ ഗൈസ്, ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പുതിയ ചാനലെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ പഴയ ചാനലുണ്ടായിരുന്ന സമയത്ത് ഞാൻ സെക്കൻഡ് ചാനലായിട്ട് യൂസ് ചെയ്തിരുന്നൊരു ചാനലായിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യണ്ടായോ എന്നുള്ളൊരു കാര്യം ഞാൻ പലതവണ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എഗെയിൻ ഗൈസ്, വെൽക്കം ബാക്ക് ടു പാബ്ലോസ് ഗെയിമിംഗ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പാബ്ലോ ഇത്ര നാൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, പാബ്ലോയുടെ യൂട്യൂബ് ചാനൽ അവിടെ പോയി, പാബ്ലോയുടെ ഗെയിം അക്കൗണ്ട് അവിടെ പോയി, പാബ്ലോ ഗെയിമിൽ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇനാക്റ്റീവ് ആയിട്ടിരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അക്കൗണ്ടിനെ പറ്റിയിട്ട് സംസാരിക്കാം. അക്കൗണ്ടിനെ പറ്റിയിട്ട് സംസാരിക്കാനാണെങ്കിൽ എൻ്റെ ഗെയിമിംഗ് അക്കൗണ്ട്, യൂട്യൂബ് അക്കൗണ്ട് എവിടെ പോയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എൻ്റെ ഗെയിമിംഗ് അക്കൗണ്ടും അതേപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് സെയിൽ ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ കൊറോണ ടൈമിലാണ് എല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വന്നത്. ആ സമയത്ത് എല്ലാം നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എപ്പോഴും എല്ലാത്തിനും സമയം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കുറച്ച് നാളോടെ നമ്മൾ ഗെയിമും കളിച്ചു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് നമ്മുടെ ഫാമിലി പറയുന്നത് കേൾക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരെയും പോലെ എനിക്ക് എൻ്റേതായിട്ടുള്ള കരിയർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വന്നു. കരിയർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ജോലിക്ക് പോകേണ്ടി വന്ന സമയത്ത് എനിക്കങ്ങനെ ഗെയിമിംഗ് ടൈം അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ടൈം അങ്ങനെയൊന്നും എനിക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഇത് ഇന്നാക്റ്റീവായിട്ട് കിടക്കേണ്ട ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് സെയിൽ ചെയ്യുകയാണ് ഉണ്ടായത്. നീ ഇതൊക്കെ നിർത്തി സെയിൽ ചെയ്തിട്ട് പോയതല്ല, പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പ് വന്ന് എന്തിനാണ് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി സിമ്പിളാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈം സ്പെയർ ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈം എനിക്ക് എൻ്റെ ജോലി സമയത്ത് നിന്ന് മാറ്റി വെക്കാൻ സമയം ഇപ്പോഴാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ പഴയ നൊസ്റ്റാൾജിയ അടിച്ചു എന്ന് തന്നെ പറയാം ഗൈസ്. അപ്പോൾ ആ നൊസ്റ്റാൾജിയ അടിച്ച സമയത്ത് എനിക്ക് പഴയ രീതിയിലേക്ക് വീണ്ടും പോകണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോഴാണ് വീണ്ടും എന്തുകൊണ്ട് സെക്കൻഡ് ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെയാണ് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ കുറേ എൻ്റെ മനസ്സിലെ തോട്ട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ എത്ര പേര് കാണും എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാൽ പോലും ആ വീഡിയോ കാണുന്നവരെ എനിക്ക് ചെറിയ രീതിയിലൊരു സപ്പോർട്ട് തരണം എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇത്രയും നാളും പാബ്ലോ എവിടെയായിരുന്നു? പാബ്ലോ ഇത്രയും നാളും ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗെയിം കളിക്കാനായിട്ടുള്ളൊരു സാഹചര്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. നമ്മൾ PGയിലായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് സ്വന്തമായിട്ട് റൂമില്ലാത്തതിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇജാസ് ആണ് എന്നെ ഈ ഗെയിമിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ഞാനിപ്പോൾ അവൻ ഫ്രീ ഫയർ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും പഴയ ഒരു പുലിയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കൂടെ കളിച്ച് വീണ്ടും എൻ്റെ 12 ലെവലുള്ള അക്കൗണ്ടാണ് ഞാനിപ്പോൾ, എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണിത്. 12 ലെവലുള്ള അക്കൗണ്ട്. ഞാൻ ആറിൽ നിന്ന് അക്കൗണ്ട് വാങ്ങിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ പഴയ അക്കൗണ്ട് തന്നെ വീണ്ടും ഞാൻ പൊടി തട്ടിയെടുത്ത് വീണ്ടും 12 ലെവലിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 56, 57 ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ ഫ്രീ ഫയറിൻ്റെ സെക്കൻഡ് ജേർണി. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ടാക്കുകയാണ്. വേറൊന്നും ഇതിനകത്ത് പറയാനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണും എന്നുള്ള കാര്യത്തിൽ പോലും എനിക്കൊരു ഡൗട്ടാണ്. പക്ഷേ കാണുന്നവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ പുതിയ ഈവൻ്റ് എടുക്കുന്ന വീഡിയോ നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗീവ് അവേയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, പാബ്ലോ FF. ബൈ.